ആ തീരുമാനം മാറ്റത്തക്ക വിധത്തിലുള്ള പുതിയ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മളുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചതിന്റെ പിറ്റേ ദിവസം നമുക്കിതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു, അദ്ദേഹം ജയിച്ചില്ല. അദ്ദേഹം ജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഇതിലോട്ട് കയറണം എന്നുള്ളതല്ലേ അദ്ദേഹത്തിന്റെ നിലപാട്. നമുക്ക് അദ്ദേഹത്തോടുള്ള വിരോധമല്ല, ഒരു പാർട്ടിയോടുള്ള സ്നേഹമാണ്. നമ്മൾ ആ പാർട്ടി നിൽക്കുമ്പോൾ ചെയ്യേണ്ട നടപടികളുണ്ട്. അദ്ദേഹത്തിന് ഇതുമായി യോജിച്ച് പോകാൻ പറ്റുമായിരുന്നു, ഒത്തിരി പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം അതൊന്നും ഉപയോഗിച്ചില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ജനവിധി വന്നു. ജനവിധിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടാണ് കറക്റ്റ് എന്ന് ജനങ്ങൾ വിധിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ആ നിലപാട് മാറ്റത്തക്ക വിധത്തിൽ എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? മുന്നണി ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനം, ആ തീരുമാനം മുന്നണി ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറയുകയും ചെയ്തു. ഇനി അത് ആ തീരുമാനം മാറ്റത്തക്ക വിധത്തിലുള്ള പുതിയ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. PV Anwar ഇല്ലാതെ LDFന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞത്? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇല്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോ ഞാൻ അതിലേക്കില്ല. അദ്ദേഹം ജയിച്ചില്ല. അദ്ദേഹം ജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഇതിലോട്ട് കയറണം എന്നുള്ളതല്ലേ അദ്ദേഹത്തിന്റെ നിലപാട്. നമുക്ക് അദ്ദേഹത്തോടുള്ള വിരോധമല്ല, ഒരു പാർട്ടിയോടുള്ള സ്നേഹമാണ്.